അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറയാനുള്ളൊരു ടോപ്പിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയണോ വേണ്ടേ എന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ട് പറയാമെന്ന് തീരുമാനിച്ചൊരു ടോപ്പിക്കാണ്. അതായത് ലവ് റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിയിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതിൽ ഇനി അധികം വീഡിയോസൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ തൽക്കാലം. എന്നാലും ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുവാണ്. ഒരു 10-25 വയസ്സ് വരെയൊക്കെ, ഒരു 25 വയസ്സ് വരെയൊക്കെ ഒരു റിലേഷൻഷിപ്പിലോട്ട് ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാക്സിമം ലൈഫ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മുടെ ഗോള് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ബാക്കി സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് എന്തായാലും ഞാൻ സ്പിരിച്വലാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു ടേമിൽ പറയുവാണെങ്കിൽ, എൻ്റെ ഒരു അറിവ് വെച്ച് പറയുവാണെങ്കിൽ, നമുക്ക് തുടക്കത്തിലൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ വളരെ റയറായിട്ട് കറക്റ്റ് പേഴ്സണിനെ കിട്ടാം. എന്നാലും കൂടുതൽ സാധ്യത കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു ലെസണോ ഒരു പാഠം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക. അതല്ലെങ്കിൽ നമ്മളിലുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അവർ ട്രിഗർ ചെയ്യും, എന്നിട്ട് നമ്മളത് മാറ്റും. അങ്ങനെയൊക്കെയുള്ള ലെസൺ ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഏറ്റവും ലൈഫിൽ നമ്മുടെ ബാക്കി ഫുൾ ജീവിതവും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 10-25 വയസ്സെന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പോർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്സോ, അങ്ങനെ എന്താണോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടുന്നത്, അതായിരിക്കും നമ്മുടെ ലൈഫിനെ കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫിനാൻഷ്യലി ആയാലും നമ്മൾ പിന്നെ അല്ലാണ്ടും ഒക്കെ സ്ട്രോങ് ആവാനും ഒക്കെ ഉള്ള ഒരു ടൈം പീരീഡിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടി സമയം കളയരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ജീവിച്ച് പോകാനൊക്കെ പറ്റും. പിന്നെ ടൂ മച്ച് അറ്റാച്ച്മെൻറ്റ്, ഇനി അഥവാ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായാലും, അതല്ല ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ്, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ ആയാലും, ഐ മീൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലാത്ത റിലേഷൻഷിപ്പ് ആയാലും, ഞാൻ പറയുന്നത് ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വയ്ക്കരുത്. ഭയങ്കരമായ, അതായത് അവരില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കരുത്. ഒരു സ്പേസ് ഇട്ട് എല്ലാ റിലേഷൻഷിപ്പിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ഇടേണ്ടി വരും, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ അങ്ങനെ ഒരു സ്പേസ് അതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. മറ്റേത് നമ്മൾ തന്നെ ആദ്യമേ എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇട്ട് തന്നെ എല്ലാ റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആയിപ്പോയി എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയോട് പോയി പറയുക, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പറ്റുമെങ്കിൽ ഇഫ് പോസിബിൾ പോയി പറഞ്ഞിട്ട്, ആ കുട്ടി ചിലപ്പോൾ യെസ് ആയിരിക്കും പറയുക, അല്ലെങ്കിൽ നോ ആയിരിക്കും പറയുക. അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോ ആണ് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാവണമെന്നില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ പല സിറ്റുവേഷനും ഉണ്ടല്ലോ ലൈഫിലെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും പോലെയല്ല ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആ കുട്ടി നോ ആണ് പറയുന്നതെങ്കിൽ ആ കുട്ടിക്ക് വേറൊരാളെ ഇഷ്ടം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഫാമിലി പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഒരു നോയാണ് പറയണമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പൊയ്ക്കൊള്ളുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ടൈമിന്, നിങ്ങളുടെ ഹാപ്പിനെസ്സിനും ആയിരിക്കണം. അത് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ആ കുട്ടി നോ പറഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ പിറകെ നടന്ന് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഹാപ്പിനെസ് ആ കുട്ടിയാണെന്ന് വിചാരിക്കരുത്, നിങ്ങളുടെ ലൈഫ് ആ കുട്ടിയാണെന്ന് വിചാരിക്കരുത്. ഇതൊന്നുമല്ല. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോണം. അതെന്തോ ആയിക്കോട്ടെ, ആ ദൈവത്തിനെ അറിയാവൂ. പക്ഷെ അത് വിട്ടിട്ട് അത് ഓക്കെ എന്ന് വിചാരിച്ച് ലീവ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ.
അതാണ് ഏറ്റവും നല്ലത്. നോ ആണ് കിട്ടുന്ന, ഒരു റിജക്ഷനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1-2 ദിവസം കരയാം, വിഷമിക്കാം, അത്രയും മതി. അതിൻ്റെ ആവശ്യമേ. അത് കഴിഞ്ഞ് കൂടുതൽ അതിൻ്റെ പുറകെ നടന്ന് ലൈഫ് സ്പോയിൽ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ ചിലപ്പോൾ മൃഗങ്ങളായിട്ടും പുഴുവായിട്ടും അല്ലെങ്കിൽ അങ്ങനെ എത്രയോ ജന്മം എടുത്ത് മൈക്രോബ്സ് ആയിട്ടും അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ജന്മം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കണം. അപ്പോൾ ആ മനുഷ്യജന്മത്തിനെ നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഒരു നോ കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ തകർന്നു പോകണമെന്നല്ല, അതിലും ബെറ്ററായിട്ടുള്ള, അതിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അതിലും വളരെ നന്മയുള്ള ഒരു വ്യക്തി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. തീർച്ചയായും റൈറ്റ് ടൈം ആകുമ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതുവരെ കാത്തിരുന്നേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ നോ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ദേഷ്യമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നേടിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശി വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു സ്പിരിച്വൽ പേഴ്സണാണ്. എനിക്ക് അറിയാമെന്നുള്ള എൻ്റെ ഒരു 30 വയസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുവാണെങ്കിൽ ദൈവമുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷ കിട്ടും. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എല്ലാ ദൈവവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഴുന്നത് തെറ്റല്ല. ഇതൊക്കെ ഇംഗ്ലീഷ് മോട്ടിവേഷൻ കോട്ട്സ് ആയിട്ടൊക്കെ പറയുമല്ലോ. വീഴുന്നത് തെറ്റല്ല, അവിടെ നിന്ന് എണീക്കാത്തതാണ് തെറ്റ്. അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം ഒരു റിലേഷൻഷിപ്പിൽ ഒരു പരിധി വരെ, ഒരു 25 വയസ്സ് 28 വയസ്സ് വരെയൊന്നും ഒരു റിലേഷൻഷിപ്പിൽ പോയി ചാടണം എന്നില്ല. മാക്സിമം സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ട്ഷിപ്പും ഫാമിലി റിലേഷൻഷിപ്പും ഒക്കെ എൻജോയ് ചെയ്യുക. ഒരു ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എന്നിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഒരാളോട് ഒരു ഇഷ്ടം തോന്നിയാൽ തന്നെ പോയി പറഞ്ഞു നോക്കുക. അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് അത് മതിയാക്കുക. നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടെങ്കിൽ 2-3 ദിവസം കരയുക, വിഷമിച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് വരിക. നിങ്ങളുടെ പേഴ്സൺ, നമ്മുടെയൊക്കെ സ്പിരിച്വാലിറ്റിയിൽ പറയുകയാണെങ്കിൽ സോൾമേറ്റ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമോ, ഇതൊക്കെ എടുത്തിട്ട് എപ്പോഴും പ്രയോഗിക്കുന്ന വാക്കുകളാണോന്നും എനിക്കറിയില്ല. എന്നാലും ആ സോൾമേറ്റ് തീർച്ചയായും വരും. സത്യം പറഞ്ഞാൽ ഇത് എത്രത്തോളം എനിക്ക് ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. ആ പുള്ളിക്കാരി ഒരു മാമാണ്. ആ മാമിൻ്റെ ലൈഫിൽ ഒരു ട്രൂ പാർട്ട്ണർ വേണമെന്ന് തോന്നിയ സമയത്ത് മാമിൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ട് വാങ്ങിയ ഒരു മന്ത്രമുണ്ട്. ഒരു ശിവപാർവതി ദേവിയുടെ ഒരു ഇത് വെച്ചിട്ടുള്ളൊരു മന്ത്രമാണ് അത്. ഞാൻ പറ്റുമെങ്കിൽ ആ ഒരു മന്ത്രം മാം യൂസ് ചെയ്തിട്ട്, മാമിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് മാം ആദ്യം അത് വാങ്ങിയത്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞു. 21 ദിവസം അത് പ്രാർത്ഥിച്ചപ്പോൾ, അത് കഴിഞ്ഞിട്ട് മാമിന് ആവശ്യം വന്നപ്പോൾ 4-5 വർഷം കഴിഞ്ഞ് മാമും അത് പ്രാർത്ഥിച്ചപ്പോൾ മാമിൻ്റെ കല്യാണവും കഴിഞ്ഞു. നല്ല പാർട്ട്ണറാണ് എന്നാണ് മാം പറഞ്ഞത്. എന്നിട്ട് അത് യൂട്യൂബ് വീഡിയോ വഴി, മാം ടാരോ റീഡറാണ്, അപ്പോൾ മാം അത് യൂട്യൂബിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടിട്ട്, ഇപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല മാമിൻ്റെ കീഴിൽ, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തല്ല പറഞ്ഞത്. ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ട് ഞാനതിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ എൻ്റെ ട്രൂ പേഴ്സൺ ഇപ്പോൾ വരുമെന്ന്, എന്നാലും ഞാൻ ട്രൈ ചെയ്യണുണ്ട്. അപ്പോൾ എനിക്കത് സക്സസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഞാനത് മാക്സിമം ഇത് എങ്ങനെയാണെന്ന് ഞാനത് ഇതിലോട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതൊരു ഹിന്ദു ഇതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അത് പറ്റുമെന്നുള്ളവർ ചെയ്യുക. ഇനി നിങ്ങൾ വേറെ റിലീജിയനിലാണെങ്കിൽ നിങ്ങളെ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് വരുമ്പോൾ ആ വ്യക്തിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി അതുവരെ വേറെ ഇനി അപ്പം നിങ്ങൾ ചോദിക്കും, എനിക്കിഷ്ടം തോന്നിയ ആളാണ് എൻ്റെ ട്രൂ റിലേഷൻഷിപ്പിൽ, ട്രൂ സോൾമേറ്റ് എന്നെങ്കിലോ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടുമല്ലോ. ക്രഷ് അടിക്കുന്നതിലൊന്നും തെറ്റില്ല. ഒരു ക്രഷൊക്കെ ആർക്ക് വേണോ ആരോട് വേണോ തോന്നിപ്പോവും. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ എടുത്ത് കാല് വയ്ക്കുന്നത് വളരെ ആലോചിച്ച് വേണം. അതുപോലെ തന്നെയാണ് മാരേജും. അതൊന്നും ഒരു ഈസി ടാസ്ക് അല്ല. പിന്നെ പറയുവാണെങ്കിൽ അങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിട്ടോ അല്ലെങ്കിൽ മാരേജിലോട്ട് പോയിട്ടോ പിന്നെ അവിടെ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാൻ പാടായിരിക്കും.
പിന്നോട്ട് പോകാൻ പാടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരി, തെറ്റുകൾ, പാപം, നല്ല, നന്മ എല്ലാം വീണ്ടും ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവും. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടണ്ട. 10-25 വയസ്സ് വരെയൊക്കെ നിങ്ങളുടെ എന്താണോ ഗോള് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം സ്ലോലി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക. അത് ചിലപ്പോൾ നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരിക്കും ചെയ്യുക, എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. ഒന്നും നമുക്ക് ലൈഫാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിക്കും നമുക്ക് ചുമ്മാ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ട് അങ്ങ് പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും, ആരെങ്കിലും വേദനിപ്പിക്കാം, കളിയാക്കാം. ഇതൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഒരു നിമിഷം മതി ഈ ലൈഫ് അവസാനിക്കാനോ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ, ഒരു കിഡ്നി ഫെയിലിയർ ഉണ്ടായാലോ, ഹാർട്ട് ഫെയിലിയർ ഉണ്ടായാലോ, ക്യാൻസർ ഉണ്ടായാലോ ഒക്കെ തീരാവുന്നതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതം. ഇത് തന്നെ വേണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാൻ എത്രയോ കാരണങ്ങൾ ഉണ്ട് ഒരു മനുഷ്യൻ്റെ ലൈഫ് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ആരെയും ഹേർട്ട് ചെയ്യേണ്ട. നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. അതിൽ വരുന്ന ഹാർഡ്ഷിപ്പ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് പഠിക്കാമെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നോ ആ ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു നന്മ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് ആ നന്മ തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലുള്ളതും ദൈവത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ആ മന്ത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺവേ ആയി എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ നിർത്തുകയാണ്. താങ്ക്സ്.